ഇന്ന് 1201 ആണ്ട് ചിങ്ങമാസം 17-ാം തീയതി ചൊവ്വാഴ്ചയാണ്. ഇന്ന് നമുക്ക് എല്ലാവർക്കും ഓണത്തിരക്കാണ്. ഓണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുന്നതിനിടയ്ക്ക് ഇന്നത്തെ ഫലം കാണാൻ നേരം ഉണ്ടാവില്ല അല്ലേ? എന്നാലും ഇന്നത്തെ ഫലം നമുക്കൊന്ന് നോക്കാം. അതായത് ചൊവ്വാഴ്ച എന്ന് പറഞ്ഞാൽ ചൊവ്വയുടെ ആധിപത്യമുള്ളൊരു ദിവസമാണ്. ചൊവ്വ എന്ന് പറഞ്ഞാൽ മാഴ്സ് എന്ന് പറയുന്ന ചൊവ്വാഗ്രഹമാണ്. ഈ ചൊവ്വ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു തീയുടെ പടം മനസ്സിലോട്ട് തെളിഞ്ഞു വരും. ചൊവ്വ ഒരു അഗ്നേയമായ ഗ്രഹമാണ്. അത് അഗ്നി ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് സങ്കല്പം. വളരെ ചൂടുള്ള അറ്റ്മോസ്ഫിയറുള്ള ഒരു ഗ്രഹമാണ് ചൊവ്വ. ചൊവ്വയെ ശരിക്കും എല്ലാവർക്കും പേടിയാണ്. മംഗളകാര്യത്തിലാണ് പേടി. അതായത് മാംഗല്യം, വിവാഹം ആദ്യ കാര്യങ്ങളിൽ ചൊവ്വ അത്ര അനുകൂലിയല്ല എന്നൊരു പൊതു സംസാരമുണ്ട്. എന്നാൽ ചൊവ്വയുടെ ഉച്ചക്ഷേത്രങ്ങളിലോ സ്വക്ഷേത്രങ്ങളിലോ ഒക്കെ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ ചൊവ്വ ആരെയും ഉപദ്രവിക്കാറില്ല. മൂലത്രികോണത്തിൽ നിൽക്കുന്ന ചൊവ്വയും ആരെയും ഉപദ്രവിക്കാറില്ല. അങ്ങനെ ചൊവ്വയുടെ ദിവസം സാധാരണ ജ്യോതിഷ കാര്യങ്ങളൊന്നും ആരും നോക്കാൻ പോവുകയോ വരികയോ ഇല്ല. വാരാദായുഷ്യ ലക്ഷണം എന്ന പ്രമാണമാണ് അതിന് അടിസ്ഥാനം. വാരം കൊണ്ട്, വരുന്ന ദിവസം കൊണ്ട് പ്രച്ഛകൻ്റെ ഫലം പറയാൻ ജ്യോത്സ്യന് സാധിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ചൊവ്വാഴ്ച ദിവസം സ്വാഭാവികമായിട്ടും എല്ലാവരും ജ്യോതിഷാദി കാര്യങ്ങൾ നോക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്നത് നല്ലതായിരിക്കില്ല. ഇനി നമുക്ക് ഇന്നത്തെ ഫലം നോക്കാം. ഇന്ന് മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളുടെ ഫലം അല്ലെങ്കിൽ മേടക്കൂറുകാരുടെ ഫലം നമുക്ക് നോക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തികകാലം. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലം തന്നെയാണ്. എന്നാൽ വൈകുന്നേരത്തോടുകൂടി കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾ പുറപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. കുട്ടികളോ കുടുംബാംഗങ്ങളോ ഒക്കെ തമ്മിൽ വഴക്കിടാനൊക്കെ സാധ്യതയുണ്ട്. കുട്ടികളുടെ ചില പ്രത്യേകമായ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത സ്വഭാവ ദൂഷ്യങ്ങൾ കണ്ടുപിടിക്കപ്പെടുകയും അവരുമായി കലഹിക്കുകയൊക്കെ ചെയ്യേണ്ട ഒരു ദിവസമാണ്. പണ്ടത്തെ കെട്ടുറപ്പോ സ്നേഹബന്ധങ്ങളോ ഒന്നും ഇന്ന് ഒരു തലമുറയ്ക്ക് കാണുന്നില്ല. എന്നാൽ എല്ലാ തലമുറകളെയും സ്നേഹവും സത്യവും ധർമ്മവുമൊക്കെ നമ്മുടെ സനാതന തത്വവും സനാതന ധർമ്മവുമൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് രക്ഷകർത്താക്കളുടെ കടമയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം മേടക്കൂറുകാർക്ക് അനുകൂലമാണ്. എങ്കിലും ചില പ്രയാസങ്ങളുണ്ടെന്ന് കണ്ടുവല്ലോ. ഇതിനുള്ള പരിഹാരമാണ് ഈശ്വര പ്രാർത്ഥന. മനസ്സുറച്ച് അവരവർ ആചരിക്കുന്ന രീതിയിൽ ഈശ്വരനെ പ്രാർത്ഥിക്കുക. എല്ലാം അനുകൂലമായി വരുന്നതായി കാണുന്നു. സാങ്കേതിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായിരിക്കും. എന്നാൽ മറ്റ് മേഖലകളിലെല്ലാം ഇതേപോലെയുള്ള ചില പ്രയാസങ്ങളും തടസ്സങ്ങളും മുറിവ്, ചതവ് ഇതൊക്കെ വരാനായിട്ട് സാധ്യത ഉള്ളതിനാൽ വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോകേണ്ടതാണ്. അടുത്തതായി നമുക്ക് ഇടവക്കൂറിലെ ഫലമൊന്ന് പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക മുക്കാല്, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിരിക്കും. എന്നാൽ പ്രഭാതത്തിൽ ചില പ്രതീക്ഷയ്ക്ക് വിപരീതമായ അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തലേനാൾ നല്ല പ്രാർത്ഥനയോട് കൂടി കിടക്കുക. ശാരീരികമായ ചില പ്രശ്നങ്ങളാണ് പ്രത്യക്ഷപ്പെടുന്നത്. ദേഹാസ്വാസ്ഥ്യം, പുതിയ എന്തെങ്കിലും ഒരു അസുഖങ്ങൾ ഒക്കെ പ്രത്യക്ഷപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. വീട് മാറ്റം ഇന്ന് നല്ലതല്ല. അതേപോലെ സ്ഥലം മാറ്റവും ഇന്ന് നല്ലതല്ല. ദൂരയാത്രയ്ക്ക് പോകുന്നവർ യഥാവിധി പ്രാർത്ഥനയോടുകൂടി തന്നെ പുറപ്പെടേണ്ടതാണ്. എല്ലാ ആചാരം അനുഷ്ഠിക്കുന്നവരും അവരവരുടെ ആചാരമനുസരിച്ച് ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകേണ്ടതാണ്. ദൂരയാത്രയ്ക്ക് ചില തടസ്സങ്ങൾ വന്നേക്കാം. അതേപോലെ തന്നെ വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്കും ഇന്ന് വളരെ വിപരീതമായൊരു റിസൾട്ടാണ് ലഭിക്കുന്നത് എന്നതിനാൽ വളരെ ആത്മസംയമനം പാലിക്കുക. വരുന്നത് വരട്ടെ, നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കാം എന്നുള്ള ഒരു ഉറച്ച തീരുമാനം നമ്മൾ ഉണ്ടാക്കുക. അതേപോലെ നമുക്ക് സംഭവിച്ചതോർത്താലും ദുഃഖിക്കാതിരിക്കുക. ഇനി സംഭവിക്കാനുള്ളതോർത്ത് ആവലാതിപ്പെടാതെ ഇരിക്കുക. ഇന്ന് ജീവിക്കുക, ഇന്നത്തെ കാര്യങ്ങൾ അനുഭവിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്കും ഈ ഇന്നത്തെ ദിവസം മേൽ പറഞ്ഞതുപോലെ ഗുണദോഷ സമ്മിശ്രമാണ്. ചില ചെറിയ അപകടങ്ങളൊക്കെ ഒഴിച്ചാൽ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും കാണുന്നില്ല. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം നോക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകയിരത്തര,
തിരുവാതിര, പുണർദം, മുക്കാല്. ഈ രാശിക്കാർക്ക് വാരം ഗുണാധിക്യമുള്ളതാണ്. എന്നാൽ ശാരീരിക ക്ലേശങ്ങൾക്ക് സാധ്യത കാണുന്നു. സ്ഥിരമായി അസുഖങ്ങളും വേദനകളും ഒക്കെ അനുഭവിക്കുന്നവർക്ക് അത് കുറച്ച് അധികരിക്കാനൊക്കെ സാധ്യത കാണുന്നു. കുടുംബാംഗങ്ങളുമായിട്ട് തർക്കത്തിലേർപ്പെടാൻ സാധ്യതയുണ്ട്. അക്കാരണത്താൽ ചില നിയന്ത്രണങ്ങൾ വാക്കിലും പ്രവൃത്തിയിലും വയ്ക്കേണ്ടതാണ്. അനാവശ്യമായ സ്വഭാവങ്ങൾ വെച്ച് സൂക്ഷിക്കുന്നവർക്ക്, മദ്യപാനം അല്ലെങ്കിൽ രാസവസ്തുക്കളുടെ ഉപയോഗം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക്, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവർക്കൊക്കെ ഇന്ന് വലിയൊരാപത്തുള്ള ദിവസമാണ്. ഏതെങ്കിലും രീതിയിലൊരു ഹോസ്പിറ്റലൈസേഷൻ വരെ വന്നേക്കാം. ഇത്തരത്തിലുള്ള സ്വഭാവങ്ങളൊന്നും വച്ച് പുലർത്തുന്നത് ഒട്ടും തന്നെ അഭികാമ്യമല്ല. കാരണം അത് നമ്മളെയും നമ്മുടെ കൂടെ നിൽക്കുന്നവരെയും ചതിക്കും. അതുകൊണ്ട് വളരെ നമ്മൾ എല്ലാവരോടും സ്നേഹത്തോടു കൂടി പെരുമാറുകയും സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുകയും നമ്മളുടെ ആൾക്കാരോടുള്ള പ്രതിബദ്ധത നമ്മളെപ്പോഴും മനസ്സിൽ ഉറപ്പിക്കുകയും ഉത്തരവാദിത്തോടു കൂടി ചിന്തിക്കുകയും ചെയ്താൽ ഇത്തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ ഒഴിഞ്ഞ് പോകുന്നതാണ്. എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും ഇന്നത്തെ ദിവസം ഇതുപോലെ തന്നെ ആയിരിക്കും. എന്നാൽ സ്വർണ്ണ വ്യാപാരികൾ, രത്നവ്യാപാരികൾ അങ്ങനെയൊക്കെ ഉള്ള ആളുകൾക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നു. ഇന്നലത്തെ ക്ഷീണമെല്ലാം മാറുന്ന രീതിയിൽ ലാഭം വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഊഹക്കച്ചവടങ്ങൾ നടത്തുന്നവർക്ക് അല്ലെങ്കിൽ കച്ചവട മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക്, ഷെയർ മുതലായ കാര്യങ്ങളിൽ ധനം നിക്ഷേപിച്ചിട്ടുള്ളവർക്കൊക്കെ അർദ്ധലാഭം, നമ്മൾ ഇട്ടതിൻ്റെ അത്രയും ലാഭം കിട്ടില്ല, കുറച്ച് ലാഭം പ്രതീക്ഷിക്കാം. എന്നാൽ ഇന്ന് അത് വൈൻഡപ്പ് ചെയ്യുന്നത് ഒരു നല്ല കാര്യമായിരിക്കില്ല. ഇന്നത്തെ ദിവസം അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിൽക്കുന്നത് വളരെ നന്നായിരിക്കും. അടുത്തതായി നമുക്ക് കർക്കിടക കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, മുക്കാല്, പൂയം, ആയില്യം. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ഫലം വളരെ അനുകൂലമായി കാണുന്നു. എന്നാൽ വൃഥ കലഹത്തിലേർപ്പെടുകയും മനക്ലേശമുണ്ടാകുകയും ചെയ്യുന്നു. വാശി തുടങ്ങിയ കാര്യങ്ങൾ ഉള്ളവർക്ക് വാശിയൊക്കെ ഒന്ന് മാറ്റിവെച്ച് ഇന്നത്തെ ദിവസം മറ്റു കാര്യങ്ങളിലേക്ക് വ്യാപരിക്കേണ്ടതാണ്. ദേഷ്യം വന്നാൽ ചെയ്യാനുള്ള ഉപാധികൾ അറിയാമല്ലോ. ഒരു കവിൾ വെള്ളം കൊണ്ട് മിണ്ടാതെ ഇരിക്കുക, അല്ലെങ്കിൽ കുളിക്കാൻ പോവുക, അല്ലെങ്കിൽ വെള്ളം കുടിക്കുക. ഇത്തരത്തിൽ ഡൈവേർട്ട് ചെയ്തു പോയാൽ കലഹങ്ങളെല്ലാം ഒഴിവാക്കാം. ഏതായാലും കലഹത്തിന് ഒരുമ്പെടാതെ സമാധാനം തന്നെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരനോട് വളരെയധികം ആത്മാർത്ഥമായി ഈ ആവശ്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഫലം ഉണ്ടാകുന്നതാണ്. ദൂരയാത്രയ്ക്ക് കൊതിക്കുന്നവർക്ക് അനുകൂലമായൊരു മറുപടി ലഭിക്കും. സ്വന്തം ആൾക്കാർക്ക്, ഉറ്റവർക്ക് സ്വന്തമായി ഏതെങ്കിലും വിലപിടിച്ച സാധനം, കാറോ ഗ്രഹമോ ഒക്കെ വാങ്ങിച്ച് അതിൽ സന്തോഷം അനുഭവിക്കാനൊക്കെ ഉള്ള ഒരു സാഹചര്യം ഇന്ന് കാണുന്നുണ്ട്. അടുത്തതായി നമുക്ക് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ നോക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിര, ചോതി, വിശാഖ, മുക്കാല്. തുലാ രാശിക്കാരുടെ ഇന്നത്തെ ഫലം വളരെ അനുകൂലമായി കാണുന്നു. കലഹങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും കാണുന്നില്ല. അതേപോലെ ബിസിനസ് ഫീൽഡിൽ ഇരിക്കുന്നവർക്കും ലാഭം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. എന്നാൽ ദിവസത്തിൻ്റെ ആദ്യ ഭാഗം കുറച്ച് നഷ്ടങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നിയാൽ പോലും ദിവസത്തിൻ്റെ അവസാനമാകുമ്പോഴേക്കും വളരെ ലാഭം കയ്യിൽ വന്നു ചേരുന്നൊരു ദിവസമായിരിക്കും. എല്ലാവരോടും സ്നേഹത്തോടു കൂടി ഇടപെടുന്നത് നമുക്ക് എല്ലാത്തിനും ഗുണം ചെയ്യും. വേറെ ഒരു പ്രത്യേക കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, ഇന്ന് കേസ്, വഴക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂലമായൊരു മറുപടി തന്നെയാണ് ലഭിക്കുന്നത്. എന്നാൽ കേസ് കൊടുക്കാനോ വഴക്കിടാനോ പറ്റുന്ന ഒരു ദിവസവും അല്ല. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ്, ഗുണാധിക്യമാണ് കാണുന്നത്. സന്താനങ്ങളെ കൊണ്ട് സമാധാനം ഉണ്ടാകാനുള്ള ഒരു ദിവസമാണ്, സന്തോഷമുണ്ടാകുന്ന ദിവസമാണ്, പുതിയ സമ്മാനങ്ങൾ ഒക്കെ ലഭിക്കുന്ന ദിവസമാണ്, പണച്ചിലവ് കൂടിയിരിക്കുന്ന ദിവസവുമാണ്. എല്ലാ വിഭാഗപ്പെട്ട ആളുകൾക്കും ഇന്നത്തെ ദിവസം അനുകൂലമാണെങ്കിലും യൂണിഫോം ഇട്ട് ജോലി ചെയ്യുന്ന എല്ലാവർക്കും ചില മാനസിക സംഘർഷങ്ങളും കഷ്ടനഷ്ടങ്ങളും ശാരീരിക ക്ലേശങ്ങളുമൊക്കെ പ്രത്യക്ഷപ്പെടുന്നതായിട്ട് കാണുന്നു. അടുത്തതായി നമുക്ക് ധനുരാശിക്കാരുടെ ഫലം നോക്കാം. ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പുരാടം, ഉത്രാടം, കാല്.
ഈ കൂട്ടർക്ക് ഇന്നത്തെ ദിവസം വളരെ സന്തോഷവും സമാധാനവുമൊക്കെ ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. ബന്ധു സമാഗമത്തിന് സാധ്യത കാണുന്നു. അതേപോലെ ദൂരെ യാത്രയ്ക്ക് പോകാൻ സാധ്യത കാണുന്നു. ഉല്ലാസയാത്രകളിൽ ഏർപ്പെടാൻ സാധിക്കുന്നു. അതേപോലെ സ്പിരിച്വൽ ലെവലിൽ ചിന്തിക്കുന്നവർക്ക് ഗുരുവിനെ സമീപിക്കാനും ഗുരുത്വം ലഭിക്കാനും ഒക്കെ ഉള്ള ഒരു ദിവസമായിരിക്കും. എന്നാൽ കലഹത്തിൽ ഏർപ്പെടാനായിട്ട് നല്ലൊരു ദിവസമല്ല. കലഹങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട്. അംഗങ്ങൾക്ക്, വീട്ടിലെ അംഗങ്ങൾക്ക് വളരെ അസ്വസ്ഥതയുള്ളൊരു ദിവസമായിരിക്കും. അവർക്കെല്ലാം ആശ്വാസം പകരേണ്ടത് നമ്മുടെ കടമയാണ്. അവരെല്ലാവരും അസ്വസ്ഥരായിരിക്കുന്നത് കണ്ട് നമ്മൾ ദേഷ്യപ്പെടാതിരിക്കുക. ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ രാശിഫലം നോക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തര. ഈ കൂറിൽ ജനിച്ച എല്ലാവർക്കും തന്നെ വളരെ സന്തോഷകരമായൊരു ദിവസമായിരിക്കും ഇന്ന്. വളരെ പ്രതീക്ഷിച്ച കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് നടക്കുന്ന ഒരു ദിവസമായിരിക്കും. സന്താനങ്ങളെ കൊണ്ട് വളരെ സന്തോഷമുണ്ടായിരിക്കും. ഇഷ്ടജനസമാഗമം ഉണ്ടാകുന്ന ദിവസമാണ്. വിവാഹാധികാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ്. ദൂരയാത്രയ്ക്കും വളരെ അനുകൂലമായൊരു ദിവസമാണ്. എന്നാൽ ചില ധനനഷ്ടങ്ങളും ചില ഒടിവ് ചെതവ് മുറികളും ഒക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് ആയുധം കൊണ്ട് അല്ലെങ്കിൽ ആയുധം ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്ക് അതിൽ നിന്നൊക്കെ അപകടങ്ങൾ ചെറുതായി വരാൻ സാധ്യത ഉള്ളതിനാൽ വളരെ ശ്രദ്ധിച്ച് മുൻപോട്ട് പോവുക. അതേപോലെ ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഷോക്കടിക്കാനോ കറണ്ടടിക്കാനോ ഒക്കെ സാധ്യത കാണുന്നു. ഇതൊക്കെ ഒഴിച്ചാൽ ഇന്നത്തെ ദിവസം സാമ്പത്തികമായി പ്രതീക്ഷ നൽകുന്നതാണ്. സാമ്പത്തികമായി ചില പ്രതീക്ഷകൾ വച്ച് പുലർത്തുന്നവർക്കും അനുകൂലമായ ദിവസമായി കാണുന്നു. ബിസിനസ്സുകാർക്കും താരതമ്യേന മെച്ചപ്പെട്ട ഒരു ദിവസമായിരിക്കും. മറ്റെല്ലാ മേഖലകളിലുള്ളവർക്കും വളരെ ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണാധിക്യം അനുഭവിക്കാവുന്ന ഒരു ദിവസമാണ് ഇന്ന്. അടുത്തതായി നമുക്ക് കുംഭക്കൂറിലെ നക്ഷത്രങ്ങൾ പരിശോധിക്കാം. അവരുടെ ഇന്നത്തെ ഫലം പരിശോധിക്കാം. ആദ്യമായി കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരിട്ടാതി, മുക്കാല്. ഈ കൂറുകാർക്ക് വളരെ അനുകൂലമായൊരു ഒരു ദിവസമായിരിക്കും ഇന്ന്. ഉച്ചവരെ ചില മന്ദതയും മ്ലാനതയും ഒക്കെ ഉണ്ടാകുമെങ്കിലും കുടുംബാംഗങ്ങളുടെ ഇടപെടൽ മൂലം വളരെ സന്തോഷം ഉള്ള ഒരു ദിവസമായിരിക്കും. സമ്മാനങ്ങൾ ലഭിക്കുന്ന ദിവസമാണ്. സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന ദിവസമാണ്. ബിസിനസ്സുകാർക്ക് വളരെ അനുകൂലമായി കാണുന്നു. അതേപോലെ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും സിനിമ തുടങ്ങിയ വ്യവസായങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ അപവാദങ്ങൾ കേൾക്കാനായിട്ട് ഒരു സാധ്യത കാണുന്നു. ആ സാധ്യതയെ തള്ളിക്കളയാനാവില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കി വളരെ ഭക്തിയോടും ആത്മവിശ്വാസത്തോടും കൂടി മുൻപോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. അടുത്തതായി നമുക്ക് മീനൻ രാശിക്കാരുടെ ഫലം നോക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരിട്ടാതി, കാല്, ഉത്തിട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് വളരെ സന്തോഷകരമായൊരു ദിവസമായിരിക്കും. അപ്പോൾ അത് ഇന്നലത്തെ പോലെ തന്നെ ഇന്നും അവർക്ക് ഗ്രഹങ്ങൾ മോടി പിടിപ്പിക്കുന്നതിലും അതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നതിനും പർച്ചേസ് ചെയ്ത് സന്തോഷം അനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ വളരെ അനുകൂലമായി കാണുന്നു. ദൂരയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്കും അത് അനുകൂലമായി കാണുന്നു. അതേപോലെ വിദേശയാത്രയ്ക്ക് പോകാൻ ഒരുങ്ങുന്നവർക്കും അനുകൂലമായി കാണുന്നു. ജോലിയിൽ സ്ഥിരത ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായൊരു റെസ്പോൺസ് അല്ലെങ്കിൽ ഒരു മറുപടി ലഭിക്കുന്നതാണ്. അതേപോലെ മേലുദ്യോഗസ്ഥന്മാരിൽ നിന്ന് അംഗീകാരമൊക്കെ ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. കുടുംബത്തിലും സമാധാനമുള്ളതായി കാണുന്നു. പങ്കാളിയുടെ ആരോഗ്യത്തെക്കുറിച്ച് കുറച്ച് ആകാംക്ഷ വരുന്ന ഒരു ദിവസമാണ്. ഭയം വരുന്ന ഒരു ദിവസമാണ്. അത്തരത്തിലൊരു ഭയത്തിൻ്റെ ആവശ്യമില്ല. ദിവസത്തിൻ്റെ അവസാനത്തോടു കൂടി അത്തരത്തിലുള്ള ആശങ്കകളെല്ലാം ഒഴിവായി കിട്ടുന്നതാണ്. സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവർ അല്ലെങ്കിൽ രോഗങ്ങൾ ഉള്ളവർക്ക് അതൊന്ന് അധികരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഭക്ഷണ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കുക. അങ്ങനെ ഇന്നത്തെ ജ്യോതിഷഫലം നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഈശ്വരാധീനവും സന്തോഷവും ആവോളം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓണം ആഘോഷിക്കാനായിട്ട് വളരെ എല്ലാ സാഹചര്യങ്ങളും ഒത്തുകിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം. വീണ്ടും കാണാം.